ബീഹാർ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ തീരുമാനിക്കും. അതാണ് ഇപ്പോൾ അവസാനത്തിലവസ്ഥ. സ്ത്രീകൾ 65% വരുന്ന വോട്ടറിൻ്റെ പോളിംഗ് നടന്നു. 64.44 അത് 65 പോകും. ഫൈനൽ ലിസ്റ്റ് എടുക്കുമ്പോൾ 65 പോകും. ചരിത്രത്തിലാദ്യമാണ് ബീഹാറിൻ്റെ ചരിത്രം. അവിടെ ബീഹാർ ഏറ്റവും കുറച്ച് തിരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സംസ്ഥാനമാണ്. 55-60 ഇതുവരെ നടന്നിട്ടുള്ളൂ. ഇത് 65% പോളിംഗ് പോയി. നീണ്ട നിര, സ്ത്രീകളുടെ നീണ്ട നിരയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഗുണകരമാകുമെന്ന് വിചാരിക്കുന്നത്, ചിലപ്പോൾ ആരാകുമെന്നറിയില്ല, പക്ഷേ വിചാരിക്കുന്നത് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി ഇപ്പം കഴിഞ്ഞതാണല്ലോ, അദ്ദേഹം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്ന് പറയുന്ന പദ്ധതി പ്രഖ്യാപിച്ച് സ്ത്രീകൾക്ക് 10,000 രൂപ വീതം കൊടുത്തു. അതായിരിക്കും സ്ത്രീകളെ ഇത്രയും ഹഠാത് ആകർഷിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് വലിച്ച് അവർ ഇത്രയും വോട്ട് ചെയ്തതെന്നുള്ളൊരു വാദമുണ്ട്. അപ്പോൾ പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് അങ്ങനെയൊന്നുമല്ല. യുവാക്കൾ, അവിടുത്തെ യുവാക്കളും യുവതികളും യുവത്വം, ചെറുപ്പക്കാരികൾ വലിയ അസ്വസ്ഥരാണ്. അവർക്ക് തൊഴിലില്ല സംസ്ഥാനത്ത്. അവർ വലിയ അസ്വസ്ഥരാണ്. അവർക്ക് പ്രത്യേകിച്ച് ചില ഇൻ്റർവ്യൂവിലൊക്കെ അവർ പറഞ്ഞു, അവർക്ക് മതമൊന്നൊരു വിഷയമല്ല, ജാതി നോക്കി അവർ വോട്ട് ചെയ്യില്ല, അവർക്ക് തൊഴിലാണ് വേണ്ടത്. അവിടെ പിന്നെ അഴിമതി, ശക്തമായ അഴിമതിയാണ്. അത് പിന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ വലിയ അഴിമതിയില്ല. നിതീഷ് കുമാറൊന്നും അത്ര കാലിത്തിറ്റ കുംഭകോണത്തിൽ നമ്മുടെ ലാലു പ്രസാദ് യാദവൊക്കെ വന്നതുപോലെ വളരെ വലിയ കോടാനുകോടി രൂപയുടെ അഴിമതിയൊന്നും മന്ത്രിമാരെക്കുറിച്ചൊന്നും പറഞ്ഞു കേൾക്കുന്നില്ലെങ്കിൽ MLA-മാരെക്കുറിച്ചില്ലെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ അഴിമതിയാണ്. ഒരു പൈസ പോലും കൊടുക്കാതെ, 1 രൂപയെങ്കിലും കൊടുക്കാതെ ഒരു കാര്യവും നടത്തിയെടുക്കാൻ കഴിയില്ല. അത്രയ്ക്ക് കറപ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്യൂറോക്രസിയാണ് ഇന്ത്യയിലാകെ അങ്ങനെ തന്നെയാണ്. അതിന് നമ്മൾ എന്ത് ന്യായം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ബീഹാറിലും അത് തന്നെയാണ് വലിയ സ്ഥിതി. അതുകൊണ്ട് കറപ്റ്റഡ് ആയിട്ടുള്ള ഈ ബ്യൂറോക്രസിയിൽ നിന്ന് നമ്മൾ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള നിലയിൽ യുവത്വത്തിൻ്റെ ഒരു പ്രതിഷേധം, ന്യൂജൻ പ്രതിഷേധം വന്നാൽ ആ പ്രതിഷേധത്തിൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന് നേടാൻ കഴിയും. ഇന്ത്യ സഖ്യം വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്രയും അതായത് വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ പിന്നെ ശതമാനം കൂടിയത് ഇന്ത്യ സഖ്യത്തിന് ഗുണം ചെയ്യും എന്നാണ് രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും ചിന്ത. തേജസ്വി യാദവൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇലക്ഷൻ കഴിഞ്ഞ് പുറത്തു വന്നത്. എന്തായാലും അടുത്ത ഘട്ടം തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത ദിവസമുണ്ട്, 9-ാം തീയതി ഉണ്ട്. അത് കഴിഞ്ഞാൽ 14-ാം തീയതി രാവിലെയാണ് ഇതിൻ്റെ വോട്ടെണ്ണൽ വരുന്നത്. ഒരു ഉച്ചയോട് ഈ സമയത്തോടുകൂടി ബീഹാർ ആര് ഭരിക്കുമെന്നുള്ളത് വളരെ കൃത്യമായി അറിയാൻ കഴിയും. ഇപ്പോഴും അപ്പർ ഹാൻഡ് നിൽക്കുന്നത്, ഒരു സർവേകളിലൂടെയൊക്കെ നിൽക്കുന്നത് BJP NDA സഖ്യമാണ്. പക്ഷേ ആ സഖ്യം മാറി ഇപ്പുറത്തെ ഒരു സഖ്യമായി വരുമോ, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം നേടുമോ, വീഴുമോ എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും. അടുത്ത ഘട്ടം തിരഞ്ഞെടുപ്പ് ഇതിനേക്കാൾ വാശിയുള്ളതായിരിക്കുമെന്നാണ് കേൾക്കുന്നത്. സ്ത്രീകൾ വളരെ വ്യാപകമായി ബീഹാർ തിരഞ്ഞെടുപ്പ് ഏറ്റെടുത്ത ഒരു കാഴ്ചയാണ് ബീഹാറിൽ നിന്ന് കാണുന്നത്.